മനസ്സിലുള്ള സങ്കടങ്ങൾക്കെല്ലാം അത് എത്ര വലിയ സങ്കടമാണെങ്കിലും ഇന്ന് ഈ നിമിഷം അതൊക്കെ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ ഇനി നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളില്ല. എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും, എത്ര വലിയ വിഷമമാണെങ്കിലും, എത്ര വലിയ ടെൻഷനാണെങ്കിലും ഇന്ന് ഈ സെക്കൻഡിൽ ഇവിടെ തീരും. ഇതുപോലൊരു പ്രാർത്ഥന വേറെയില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ആരാ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ സങ്കടം ഇവിടെ തീരും. എത്ര വലിയ വിഷമവും മനസ്സിലുണ്ടെങ്കിലും ഈ നിമിഷം തീരുമെന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അത് ചൊല്ലിയിട്ടുണ്ടാവില്ല. നമുക്കിന്നത് പഠിക്കണം. അതിൻ്റെ ആശയം അറിഞ്ഞു ചൊല്ലണം. ചൊല്ലി നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ സങ്കടങ്ങളും, അത് എത്ര വലിയ വിഷമാണെങ്കിലും അള്ളാഹു അത് നീക്കിത്തരും. ഉറപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അതിമനോഹരമായൊരു പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ്. അതായത് ഇതുപോലൊരു പ്രാർത്ഥന വേറെ ഇല്ല. അത്ര മനോഹരമായൊരു പ്രാർത്ഥന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നാണിത്. നമ്മുടെ മനസ്സിൽ എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും, എത്ര വലിയ വിഷമമുണ്ടെങ്കിലും, എത്ര വലിയ വേദന ഉണ്ടെങ്കിലും ഈ പ്രാർത്ഥന ഒരു തവണ ചൊല്ലുമ്പോഴേക്ക് ആ വിഷമതകളെല്ലാം അങ്ങ് മാറിപ്പോകും. നമുക്ക് പിന്നെ സമാധാനവും സന്തോഷവും മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഏതാണ് ആ പ്രാർത്ഥന എന്നൊന്ന് പഠിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കണ്ടേ? അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ജീവിതത്തിൽ പഠിക്കൽ അനിവാര്യമാണോ ഞങ്ങൾക്കെന്ന് ചോദിച്ചു സ്വഹാബത്ത്. നബി, ഇതിപ്പോൾ ഞങ്ങൾ പഠിക്കണോ? അപ്പോൾ പഠിക്കൽ അനിവാര്യമാണെന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു മഹത്വം എത്രയാണ്! പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായൊരു ഹദീസ് ഇമാം അഹ്മദ് അടക്കം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. പുണ്യനബി പറയാണ്, മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ അസ്വാബഹു ഹമ്മുൻ വഹസനുൻ. ഒരു മനുഷ്യനെ അവന് സങ്കടം, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖം ഉണ്ടായി, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായി. ഒരാൾക്ക് ടെൻഷനോ ദുഃഖം എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടായി, ടെൻഷൻ. ഒരുപാട് ആളുകൾ ടെൻഷൻ കൊണ്ട് നീറുകയാണ്. മനസ്സിൻ്റെ അകത്ത് ഒരുപാട് ദുഃഖങ്ങൾ കടിച്ചിറക്കി പിടിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ഒരു ഗ്യാസ് കുറ്റി പോലെ മനസ്സിൽ എല്ലാ സങ്കടങ്ങളും അടക്കി പിടിച്ചിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവരോട് പുണ്യനബി പറയാം, നിങ്ങളുടേത് എത്ര വലിയ സങ്കടമാണെങ്കിലും, എത്ര വലിയ ദുഃഖമാണെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ. എന്നിട്ടൊരു ദിക്ർ പറയുന്നുണ്ട്, ഇല്ല അദ്ഹബഹുല്ലാഹു അസ്സ വജല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇല്ല അദ്ഹബഹുല്ലാഹു അസ്സ വജല്ല ഹമ്മ. അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര വലിയ ടെൻഷനാണെങ്കിലും, എത്ര വലിയ ദുഃഖമാണെങ്കിലും ആ സെക്കൻഡിൽ അള്ളാഹു അത് നീക്കിത്തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആ സങ്കടത്തിന് പകരം അള്ളാഹു സന്തോഷവും തരും. രണ്ട് കാര്യങ്ങൾ, ആ ദുഃഖം അള്ളാഹു നീക്കിത്തരും, പിന്നെ സങ്കടത്തിന് പകരം ടെൻഷൻ നീക്കി തന്നിട്ട് സങ്കടത്തിന് പകരം അള്ളാഹു അവിടെ സന്തോഷം കൊണ്ടുവന്ന് തരും. അത്ര അത്ഭുതകരമായ പ്രാർത്ഥന. ഇത് നമ്മൾ പഠിക്കണ്ടേ? ഇത്രയും നാൾ അറിയാതെ പോയി തന്നെ വലിയൊരു അബദ്ധമായി മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കണം. ജീവിതത്തിൽ അനിവാര്യമാക്കേണ്ട ഒരു പ്രാർത്ഥന. മറന്നുപോകാതെ എല്ലാ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരു തവണയെങ്കിലും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണിത്. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷമുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ്. ആ സമയത്ത് ഒരു തവണയെങ്കിലും പ്രാർത്ഥനയൊന്ന് ചൊല്ലി നോക്കിക്കേ. അതുപോലെ തന്നെ തഹജ്ജുദിൻ്റെ നിമിഷങ്ങളിൽ അള്ളാഹുവുമായി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, പടച്ചറബുമായി ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഇതിൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യലുണ്ട്, അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ അംഗീകരിക്കലുണ്ട്, അവൻ്റെ സിഫാത്തുകളെ അംഗീകരിക്കലുണ്ട്, അള്ളാഹുവിൻ്റെ അബ്ദാണ് ഞാനെന്ന് അംഗീകരിക്കലുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് തവസ്സുൽ ചെയ്യലുണ്ട്. മനോഹരമായി ഖുർആനീകമായൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാം കൂടെ സമ്മേളിക്കുന്ന അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന അല്ലേ? എന്ത് സങ്കടം നമുക്കുള്ളത് ഇല്ലേ? എന്ത് ഉത്കണ്ഠയാണ്! എത്ര വലിയ ഉത്കണ്ഠയും നീങ്ങിപ്പോകും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ? എന്ത് സങ്കടമാണെങ്കിലും, എന്ത് ഉത്കണ്ഠയാണെങ്കിലും ഇത് പഠിക്കൽ അനിവാര്യമാണ്. അള്ളാഹു അത് മാറ്റിത്തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ, ദുഃഖം ഇല്ലേ? കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖം. എൻ്റെ കച്ചവടമാകെ പൊട്ടിപ്പോയി, ഇനി എന്ത് ചെയ്യും അല്ലേ? എൻ്റെ സമ്പത്താകെ നശിച്ചു പോയി, ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഇനി എന്ത് ചെയ്യും? ഇന്നാലിന്നാളും മരിച്ചുപോയി, ഞാനിനി എന്ത് ചെയ്യും ഇല്ലേ? സങ്കടം. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ഓർത്തവന് ടെൻഷനാണ്. അടുത്ത ആഴ്ചയാണ് കുറിക്ക് പൈസ കൊടുക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്യും?
അടുത്ത ആഴ്ച കുറിയുടെ പൈസ കൊടുക്കണം, ഞാൻ എന്ത് ചെയ്യും? അടുത്ത ആഴ്ച കടം മേടിച്ചിട്ട് വീട്ടിയിട്ടില്ല, കടം നൽകിയ ആളുകൾ വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കും, ഞാൻ എന്ത് ചെയ്യും? ഒരു പെൺകുഞ്ഞുണ്ടാകുമ്പോഴേക്കും ഞാൻ എങ്ങനെ കെട്ടിക്കും? കയ്യിൽ 5 പൈസയിൽ എങ്ങനെ വീട് വെക്കും? കണ്ടോ, ഇങ്ങനെ ദുഃഖവും സങ്കടവും ടെൻഷനും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ദുആ, ഈ ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലിക്കോ, അള്ളാഹു മാറ്റിത്തരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും നമുക്ക് ആദ്യം ദുആ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൊല്ലി നോക്കാം. എന്നിട്ട് അതിൻ്റെ ആശയം, അതിൻ്റെ ഓരോ ഭാഗവും എടുത്തിട്ട് ചെറിയ നിലക്ക് അതിൻ്റെ ആശയം വിശദീകരിക്കാം. ഏതായാലും ദുആ ഒന്ന് ചൊല്ലിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. വല്ലാത്ത അത്ഭുതകരമായ മനോഹരമായ ഒരു ആശയം നിറഞ്ഞു നിൽക്കുന്നൊരു ദുആയാണിത് അല്ലേ? ആ ദുആയിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും ആശയം നമുക്കൊന്ന് ചെറിയ നിലക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക. ചില റിപ്പോർട്ടുകളിൽ ഇബ്നു അബ്ദിക എന്നാണ്, വാവില്ലാതെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക ഇബ്നു അമതിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഞാൻ നിൻ്റെ വെറും ഒരു അടിമയാണ് അല്ലാ. നിൻ്റെ അടിമയായ ഒരു ആണിൻ്റെയും നിൻ്റെ അടിമയായ ഒരു പെണ്ണിൻ്റെയും മകനായി അല്ലെങ്കിൽ സന്താനമായി മകളായി ജനിച്ചവനാണ് റബ്ബേ ഞാൻ, അല്ലെങ്കിൽ ജനിച്ചവളാണ് റബ്ബേ ഞാൻ, അല്ലേ? നിൻ്റെ ഒരു അടിമയാണ് റബ്ബേ, നിൻ്റെ അടിമ മാത്രമാണ് ഞാൻ. ഈ ഒരു ദുആ ചൊല്ലുന്നതിലൂടെ, ഈ ഒരു ആദ്യത്തെ വാക്യം പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ റുബൂബിയത്തിനെ അംഗീകരിക്കലാണ്, അല്ലേ? ഞാൻ പടച്ചവൻ്റെ വെറും ഒരു അടിമയാണ്, അവനാണെല്ലാം നിയന്ത്രിക്കുന്നവൻ, എന്നെ പടച്ചവൻ, എനിക്ക് വേണ്ടതെല്ലാം പടയ്ക്കുന്നവൻ. ഞാൻ വെറും ഒരു അടിമ മാത്രം, എൻ്റെ സ്വന്തം കഴിവിൽ എനിക്കൊന്നുമില്ല, ഞാൻ വെറും ഒരു അടിമ, നിസ്സാരനായ ഒരു അടിമ മാത്രമാണ്. ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം അവിടെ ഊട്ടി ഉറപ്പിക്കലാണ് ഈ വാക്യത്തിലൂടെ അവിടെ നടക്കുന്നത്. മനോഹരമായൊരു പ്രഖ്യാപനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് അടുത്ത ഭാഗം നോക്കിയേ. നാസിയതി ബിയദിക്, അല്ലേ? എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ് അല്ലാഹ്, എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം നിൻ്റെ കയ്യിലാണ് അല്ലാഹ്. അവിടെ സമ്മതിക്കലാണ്. ഇതൊരു തരം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയവിധേയരായി കൊണ്ടുപോകണം ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാനായിട്ട്. കേവലം വെറുതെ അങ്ങനെ വായിച്ചു പോവുക അല്ലെങ്കിൽ വെറുതെ പറഞ്ഞു പോകുക എന്നതിലപ്പുറം ഇതിൻ്റെ ആശയം മനസ്സിലാക്കി, പഠിച്ചോനെ, എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണത് നീയാണല്ലാ, എന്നെ നിയന്ത്രിക്കണത് നീയാണല്ലാ, എല്ലാത്തിൻ്റെയും കൺട്രോൾ നീയാണല്ലാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അടുത്ത ഭാഗം മാളിൻ ഫിയ ഹുക്മുക്, നിൻ്റെ വിധി എല്ലാം നിൻ്റെ വിധിയിലാണ്, ഇല്ലേ? നിൻ്റെ വിധിയാണ് എന്നിൽ നടപ്പിലാകുന്നത് അല്ലാഹ്, ഇല്ലേ? എന്നിൽ എന്ത് നടന്നാലും അത് നിൻ്റെ വിധിയാണ്. ഞാൻ വെറുതെ ടെൻഷൻ അടിക്കണത് എന്തിനാ? നമ്മുടെ ഒരു കുട്ടി മരിച്ചുപോയി, ഞാൻ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ബഹളം ഉണ്ടാക്കുന്ന എന്തിനാ? ഞാൻ കരഞ്ഞതുകൊണ്ട് കുട്ടി എണീറ്റ് വരുമോ? ഇല്ല, എൻ്റെ റബ്ബിൻ്റെ വിധിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അതിന് പകരമായി നല്ലത് തരും. ആ സങ്കടം അള്ളാഹു മാറ്റിത്തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സ്വാഭാവികമായി സങ്കടം ഉണ്ടാവും. ഇതല്ല, നിരന്തരം നമ്മളിങ്ങനെ മനസ്സിൽ ടെൻഷനായി 24 മണിക്കൂറും ദുഃഖമായിരുന്നു പോകുന്ന അവസ്ഥ. കച്ചവടം ഒരു നഷ്ടം സംഭവിച്ചു, നീ ദുഃഖിച്ച് ആകെ ടെൻഷൻ അടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് കാര്യം? ആ കച്ചവടം ലാഭത്തിലാവും ഇല്ല. എന്നാൽ അള്ളാഹുവിലേക്ക് അത് തവക്കുലാക്കി നോക്ക്. മാദിൻ ഫിയ ഹുക്മുക, നിൻ്റെ വിധിയാണ് എന്നിൽ നടപ്പിലാകുന്നത് അല്ലാഹ്. എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീനാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതിനർത്ഥം നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണെന്ന് പറയരുത്. അങ്ങനെ കുറേ ആളുകൾ മനസ്സിലാക്കി. ചില ആളുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ, ഈ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ചിലർ കമൻറ്റ് ചെയ്തു, അള്ളയല്ലേ അവരെ കൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടിപ്പിക്കുന്നത്. അല്ല മക്കളെ, അല്ലല്ല, നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് തെറ്റായിപ്പോയി. അതായത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് രണ്ട് വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ട് തന്നിട്ടുണ്ട്. നന്മയുടെ ഭാഗമുണ്ട്, തിന്മയുടെ ഭാഗമുണ്ട്. ഇത് തിരഞ്ഞെടുത്ത് പോകേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ അഴിഞ്ഞാട്ടത്തിൻ്റെ പാത തിരഞ്ഞെടുത്താൽ അള്ളാഹു അത് പടച്ചു തരും. മനസ്സിലായോ? തിരഞ്ഞെടുത്താൽ അള്ളാഹു അത് പടച്ചു തരും. മനസ്സിലാവുന്നു. പക്ഷേ ഇത് അള്ളാഹ്ക്കറിയാം നമ്മൾ ഏത് തിരഞ്ഞെടുക്കും. ഏതുപോലെ
ഒരു ടീച്ചർക്കറിയാം ഒരു കുട്ടി എത്ര മേടിക്കും, ഒരു പരീക്ഷ നടത്തുമ്പോൾ അവൻ എത്ര മാർക്ക് കിട്ടുമെന്ന് ആർക്കറിയാം? ഈ കുട്ടിയെ അടുത്തറിയുന്ന ഒരു ടീച്ചർക്കറിയാം. എന്നതുപോലെ നമ്മളെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിനറിയാം നമ്മളത് ഏത് തിരഞ്ഞെടുക്കുമെന്ന്. പക്ഷേ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. പക്ഷേ അള്ളാഹ് പറഞ്ഞെടുത്ത് തിരഞ്ഞെടുത്താൽ നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ വലിയ അനുഗ്രഹങ്ങൾ തരികയാണ്. അപ്പോൾ ഏതായാലും എല്ലാത്തിൻ്റെയും ഉടമ, എല്ലാം വിധിക്കുന്നവൻ അള്ളാഹു തന്നെയാണ്, ഇല്ലേ? നമ്മുടെ ജീവിതത്തിലെ വിധികളാകട്ടെ, ശരീഅത്ത് നിയമങ്ങളിലെ വിധികളാകട്ടെ, നാളെ ആഖിറത്തിലെ വിധികളാകട്ടെ, മാലിക് യൗമിദ്ദീനാണ് അവൻ, ഇല്ലേ? ദുനിയാവ് തുടക്കം മുതൽ അന്ത്യദിനം വരെയുള്ള അല്ലെങ്കിൽ അതിനപ്പുറവും എല്ലാത്തിൻ്റെയും ഉടമയായ റബ്ബുൽ ആലമീൻ. മാലിൻ ഫിയ ഹുക്മുക്. പിന്നെയോ ആദുലുൻ ഫിയ ഖളാഉക്, നീ എന്നിൽ നടപ്പാക്കിയ വിധിയെല്ലാം നീതിയാണ് അല്ലാഹ്. അല്ലെ, നീതിയുള്ള വിധിയല്ലാതെ നീ എന്നിൽ വിധിച്ചിട്ടില്ല. അതായത് അള്ളാഹു അല്പം പോലും അനീതി പ്രവർത്തിക്കൂല. അപ്പം ചില ആളുകൾ ഉസ്താദെ അപ്പോൾ നമുക്ക് ഈ വരുന്ന അപകടങ്ങളൊക്കെ അതും നീതിയാണ്. രണ്ട് കാരണങ്ങളുണ്ട് അവിടെ. അതായത് ഒന്ന്, അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മൾ കൈകടത്തിയതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ ശിക്ഷയായി തന്നേക്കാം. ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്ന മുസീബത്തുകളിൽ ഒരു ഭാഗം നിങ്ങളുടെ കൈകടത്തലുകൾ കൊണ്ടാണ്. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു അദാബ് വരുത്തും. മുത്തുനബിയുടെ ഉമ്മത്തായതുകൊണ്ടാണ് നമുക്ക് അദാബുകൾ കുറയണത്. അല്ലെങ്കിൽ ഉടൻ ശിക്ഷയാണ് ബനു ഇസ്രായേലിലെ സമുദായത്തിനൊക്കെ. ഉടൻ തന്നെ ശിക്ഷകൾ ഇറങ്ങാൻ. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കില്ലല്ലോ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മറ്റൊന്ന്, ഈ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് മുസീബത്ത് പരീക്ഷണങ്ങളൊക്കെ തരുന്നത് ഒന്ന് ഈമാൻ സ്ഫുടം ചെയ്തെടുക്കാനാണ്. നമ്മളിവിടെ ആത്യന്തികമായി അവസാനം വരെ ഇവിടെ ജീവിക്കാനുള്ളവരാണോ? അല്ല. നമുക്ക് രക്ഷപ്പെട്ട ആഖിറത്തിലെത്തുമ്പോൾ അവിടെ സുഖം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പണിയെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ചാലും ജീവിച്ചിട്ട് ബാക്കി നമ്മൾ രക്ഷപ്പെട്ട ആഖിറത്തിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് സേഫ്റ്റി എന്ന്, അതാണ് സേഫ് സോൺ എന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ ചിന്തിക്കും. ഇവിടെ നമുക്കത് ക്രൂരതയൊക്കെ തോന്നും. പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗം അത് നീതി തന്നെയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് മുസീബത്ത് വരുന്നത് നമ്മുടെ ഈമാൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ മായ്ച്ചു കളയാൻ. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അള്ളാഹ്ക്ക് നമുക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു മുസീബത്ത് തരും. അപ്പോൾ നമ്മൾ ആ മുസീബത്തിൽ ക്ഷമിച്ചാൽ നമ്മുടെ തെറ്റുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകും. അതുപോലെ തന്നെ കൂടുതൽ പ്രതിഫലം തരാൻ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദൂരം പ്രയാസങ്ങളായിരുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ലല്ല, അള്ളാഹിൻ്റെ ഹബീബാണ് അവിടുന്ന്. അപ്പോൾ മുത്തുനബിക്ക് കൂടുതൽ പ്രതിഫലം കൊടുക്കാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? കൂടുതൽ പ്രയാസങ്ങൾ വരും. പ്രയാസം വരുമ്പോൾ എന്നെ അള്ളാഹ് കൈവിട്ടു എന്നല്ല ചിന്തിക്കണത്, എന്നെ അള്ളാഹ് ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ പടച്ചോനെ താങ്ങാൻ കഴിയാത്ത തരല്ലേ അല്ലാ എന്നൊരു ദ്വയാണ്, അല്ലേ? അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ അല്ലാത്തത് നമുക്ക് തരില്ല. അവൻ നീതികേട് ചെയ്യില്ല. സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളും ചിന്തിച്ച് നോക്കി. അവിടെ അള്ളാഹുവിൻ്റെ ആ ഒരു ഉടമത്വത്തെ, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അംഗീകരിക്കലാണ്. ഉടമ അള്ളാഹു, ഞാൻ വെറും വിനയവിധേയനായ അടിമ മാത്രം. എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. എൻ്റെ കൈകടത്തലുകൾക്ക് ഇവിടെ ഒരു സ്വാധീനവും ചെലുത്താനില്ല. അള്ളാഹുവിൻ്റെ വിധിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു സമ്മതിക്കലാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ ദുആ ചൊല്ലുന്ന മനുഷ്യൻ എന്തിനാ ടെൻഷൻ? അള്ളാഹു വിധിച്ചത് എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഉറപ്പുള്ളൊരു മനുഷ്യന് ടെൻഷനില്ല. ഞാൻ അടുത്തത് നോക്കി, മനോഹരമായൊരു തവസ്സുലാണ് അടുത്തത് വരുന്നത്. എൻ്റെ അടുത്ത ഭാഗം, അസ്അലുക ബികുല്ലിസ്മിൻ ഹുവ ലക്, നിനക്കുള്ള എല്ലാ നാമങ്ങളെയും കൊണ്ട്, നിനക്കുള്ള മുഴുവൻ നാമങ്ങളെയും മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു അല്ലാഹ്. അല്ലേ, അള്ളാഹുവിൻ്റെ നാമങ്ങളെ തവസ്സുലാക്കി നമ്മൾ ചോദിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, അല്ലേ? 99 പരിശുദ്ധ നാമങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹ് എന്തും തരാൻ തയ്യാറാണെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ആ നാമങ്ങളെ മുൻനിർത്തി തവസ്സുലാക്കി ചോദിക്കണം. അസ്അലുക ബികുല്ലിസ്മിൻ ഹുവ ലക്, പടച്ചോനെ നിൻ്റെ നാമങ്ങൾ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു അല്ലാഹ്. എന്നിട്ടോ, സമ്മൈത ബിഹി നഫ്സക്, നീ തന്നെ നിനക്ക് പേര് വെച്ചു, അല്ലേ? നീ തന്നെയാണ് പേര് നൽകിയത്. അള്ളാഹ്ക്കൊരു പേര് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, അല്ലേ? അത് സൃഷ്ടികൾക്ക് പറ്റാത്ത കാര്യമാണ്. അള്ളാഹുവാണ് അള്ളാഹുവിന് പേര് വെച്ചിട്ടുള്ളത്. ഔ അൻസൽതഹു ഫീ കിതാബിക്, അല്ലെങ്കിൽ നിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ ഇറങ്ങിയ പേരുകളെ മുൻനിർത്തി. അതായത് ആദ്യം പറയുന്നത് നീ നിനക്ക് വെച്ച പേരുകളെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. പിന്നെയോ, നീ വേദഗ്രന്ഥങ്ങളിലൂടെ, ഖുർആനിലൂടെ, ചൗറാത്തിലൂടെ, ഇഞ്ചീലിലൂടെ, ജബൂറിലൂടെ ഒക്കെ പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ, മറ്റു സുഹഫുകളിലൂടെ പഠിപ്പിച്ച ഇസ്മുകൾ, അസ്മാഉകൾ, ഇതിനൊക്കെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. ഔ അല്ലംതഹു അഹദം മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിൻ്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമൊക്കെ നീ പഠിപ്പിച്ചു കൊടുത്ത നിൻ്റെ നാമങ്ങൾ. അതായത് നമുക്ക് അറിയാത്തൊരുപാട് നാമങ്ങൾ അള്ളാഹുവിൻ്റെതായി മുത്തുനബിക്ക് അറിയാമായിരുന്നു, അല്ലേ? നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടില്ല. അപ്പം അങ്ങനെ നിൻ്റെ അടിമകളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഇസ്മുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇസ്മുകളെയും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇനി ആർക്കും കൊടുക്കാതെ നിൻ്റെ മറഞ്ഞ ജ്ഞാനത്തിലുള്ള, നിൻ്റെ മറഞ്ഞ വിജ്ഞാനം ഉണ്ടല്ലോ, ആ ഒരു മറഞ്ഞ അറിവിൽ നിനക്കറിയുന്ന നിൻ്റെ നാമങ്ങൾ,
ആർക്കും നീ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ആ നാമങ്ങളെയും മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു തവസ്സുൽ. അപ്പോൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു നന്മയെ മുൻനിർത്തി ചോദിക്കൽ അള്ളാഹു ദുആ സ്വീകരിക്കാൻ, അത് പെട്ടെന്ന് ദുആ സ്വീകരിക്കാൻ കാരണമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാണെങ്കിൽ ആ ദുആയിന് സ്വീകാര്യതയേറെയാണ്. അപ്പോൾ ഇത് അസ്മാഉൽ ഹുസ്ന ചൊല്ലാതെ തന്നെ, അസ്മാഉൽ ഹുസ്ന മാത്രമല്ല അള്ളാഹു അവന് വെച്ച പേരുകൾ മുഴുവൻ, അള്ളാഹു കിതാബിൽ പഠിപ്പിച്ച പേരുകൾ, അതുപോലെ തന്നെ അള്ളാഹു ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരാതെ അവൻ്റെ ഇൽമുൽ ഗൈബിലുള്ള പേരുകൾ, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കാൻ. എന്താ നമ്മൾ ചോദിക്കേണ്ടത്? ഇനിയാണ് ദുആ. അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി. പടച്ചോനെ, വിശുദ്ധ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ അല്ലാഹ്. എൻ്റെ ടെൻഷൻ മാറ്റണേ എന്നൊരൊറ്റ വാക്ക് ഈ ദുആയിലില്ല. പക്ഷേ ഈ ദുആ കൊണ്ട് നിങ്ങളുടെ എത്ര വലിയ ടെൻഷനും മാറും. ടെൻഷന് പകരം അള്ളാഹു സന്തോഷം തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി വെറുതെ പറയൂല. വയൻതിഖു അനിൽ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹ് വഹി അറിയിച്ചു കൊടുത്തതല്ലാതെ എൻ്റെ മുത്തുനബി ഒന്നും മൊഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു അറിയിച്ചു കൊടുത്ത ദിക്റാണിത്, ഇല്ലേ? അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തതാണിത്. അപ്പോൾ അങ്ങനെയുള്ള റബ്ബ് പറയാണ്, എന്താ പറയണേ? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ നമുക്ക് മൊഴിഞ്ഞു തരികയാണ്. അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി. എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമായി ഖുർആനിനെ നീ മാറ്റണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുർആനികമായൊരു ബന്ധം നമുക്കുണ്ടാകണം. ഈ ദുആ ചൊല്ലുന്നതോടെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വേണമെന്നാണ്. ഖുർആനികമായൊരു ബന്ധം, ഖുർആൻ ഓതുമ്പോൾ ഖുർആനോടൊരു വല്ലാത്തൊരു സ്നേഹം. ഇതെൻ്റെ നാഥൻ്റെ കലാമാണ്, ഒരു ബഹുമാനം, ഒരു ആദരവ്. ഖുർആൻ ഓതുന്ന സമയത്ത് അതിൻ്റെ ആശയം മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കുക. ഒരു ഫാത്തിഹ ഓതുമ്പോൾ തന്നെ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ഓതാൻ ശ്രമിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കിത്തരും. കേവലം പരിഭാഷ വായിച്ചത് കിട്ടൂല. പരിഭാഷ വായിച്ചു കഴിഞ്ഞാൽ തമ്മിൽ തല്ലി കാഫറും മുശ്രിക്കുമാക്കി എങ്ങോട്ടെങ്കിലും പോവാം. അള്ളാഹിനെ അറിയാൻ മഹാന്മാരായ മുഫസ്സിറുകളിലൂടെ, മഹാന്മാരായ സ്വാത്വികരായ മഹാരഥന്മാരിലൂടെ അള്ളാഹിനെ അറിയണം, ഇല്ലേ? മാത്രമല്ല വജലാഅ ഹുസ്നി, 2 റിപ്പോർട്ടുണ്ട്. ജലാഅ ഹുസ്നി എന്നുണ്ട്, ജിലാഅ ഹുസ്നി എന്നുണ്ട്. ഏതും പറയാം. 2 റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. വജലാഅ ഹുസ്നി, എൻ്റെ സങ്കടം ഇല്ലാതെയാക്കുന്ന ഖുർആൻ. ആ ഖുർആൻ എൻ്റെ സങ്കടങ്ങളെ ഇല്ലാതെയാക്കും. ഖുർആൻ ടെൻഷൻ മാറ്റും. അലാ ബിദ്ദിക്രില്ലാഹി തസ്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിൻ്റെ ടെൻഷൻ ഖുർആൻ മാറ്റിത്തരും, ദിക്ർ മാറ്റിത്തരുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പറഞ്ഞതാണ്, അല്ലേ? വദഹാബ ഹമ്മി, എൻ്റെ ടെൻഷൻ മുഴുവൻ നീക്കുന്ന ഖുർആൻ. ആ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശം, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ അല്ലാഹ്. ഇത്ര നല്ലൊരു പ്രാർത്ഥന വേറെ ലോകത്തില്ലല്ലോ, അല്ലേ? മുത്തുനബി പഠിപ്പിച്ചെന്ന പ്രാർത്ഥന. എത്ര വലിയ ടെൻഷനാണെങ്കിലും ഈ ദുആ ചൊല്ലിയാൽ നീങ്ങുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ടെൻഷൻ നീങ്ങുന്നു മാത്രമല്ല, അള്ളാഹു അതിന് പകരം സന്തോഷം തരും. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني വദഹാബ ഹമ്മി. എത്ര വലിയ ടെൻഷനും നീക്കിത്തരും. അപ്പോൾ ഇതിലൊരു ബോധ്യം നമുക്കുണ്ട്. നമ്മൾ വെറും അടിമയാണ്, ഉടമ അള്ളാഹുവാണ്, എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അള്ളാഹ് അങ്ങനെയുള്ള റബ്ബ് എന്നെ സഹായിക്കുമെന്ന ഉറച്ച ബോധ്യമാണ് ഔലിയാക്കളെയൊക്കെ ആ റേഞ്ചിലേക്ക് എത്തിച്ചത്, ഇല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിന്നാലെ അത്രയും വലിയ പട വന്നപ്പോഴും എൻ്റെ റബ്ബ് കൈവിടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ കടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നത്. കടൽ 2ആയിട്ട് മാറിക്കൊടുത്തു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷേ നമുക്ക് വേണ്ടി അള്ളാഹുവിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അള്ളാഹു വഴി തുറന്നു തരും. ഗാറ് സൗറിൽ, അല്ലേ? സൗർ ഗുഹയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ മക്കത്തെ മുശ്രിക്കുകൾ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അവരുടെ കാല് കാണുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ പറയുന്നുണ്ട്, നബിയെ, അവരൊന്ന് തലതാഴ്ത്തി നോക്കിയാൽ നമ്മൾ പിടിവീഴും യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞ എന്താ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. സിദ്ദീഖേ, വിഷമിക്കല്ലേ, നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ട്. അതായത് അവരൊന്ന് തലതാഴ്ത്തി നോക്കിയാൽ മതി, അവരെ കാണാൻ പറ്റും. പക്ഷേ അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ അവർ തലതാഴ്ത്തി നോക്കൂല. അല്ലാഹ് കൂടെ ഉണ്ടായാൽ മതി. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എളുപ്പം വരാനുണ്ട്, കണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹനെ അറിയണം.
തൗഹീദ് മനസ്സിലാക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ സ്റ്റേജ് കെട്ടിയിട്ട് പരസ്പരം കാഫിറും മുശ്രിക്കുമാക്കുന്ന രീതി, അതൊന്നും തൗഹീദല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ തൊള്ള കൊണ്ട് പറയല്ലാതെ ഇവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആഴം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇവർ അല്ലാഹനെ അറിഞ്ഞിട്ടില്ല. ഇവർക്ക് തമ്മിൽ ചെല്ലാൻ തെറിവിളിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് തൗഹീദ് എന്ന പദം. എന്നാൽ യഥാർത്ഥ തൗഹീദ്, ഈ പറയുന്ന തൗഹീദിയൻ ടീം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഒരാളും തൗഹീദ് അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് തൗഹീദ് അറിഞ്ഞവർ. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ മഹാരഥന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർ തൗഹീദ് അറിഞ്ഞവരാണ്. തൗഹീദിലൂടെ അള്ളാഹനെ അറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഹുസ്നില്ല, ടെൻഷനില്ല. അല്ലേ, ഈ ദിക്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് ടെൻഷനില്ല. അതാണ് തൗഹീദ്. തൗഹീദിലേക്ക് ഇറങ്ങിയാൽ, അള്ളാഹനെ പ്രണയിച്ചാൽ, അള്ളാഹനെ സ്നേഹിച്ചാൽ, അള്ളാഹനെ അറിഞ്ഞാൽ, ഈ ദിക്ർ എന്നിട്ട് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷൻ മാറ്റി അള്ളാഹു സന്തോഷം തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അത് നമുക്ക് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അടുത്ത ചോദ്യം ഇതാണ്: അള്ളാഹുവിന് മൊത്തം എത്ര നാമങ്ങളുണ്ട്? അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته.